السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ. അവരെ സകലമായ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ്. നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക്, ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സയ്യിദിയ മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശം നീ സഫലീകരിച്ച് കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം കടങ്ങളുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. വീട്ടാറുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. റഹ്മുർ റഹീമീനായ തമ്പുരാനെ, ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ്ണ ശിഫ കൊടുക്കണം അല്ലാഹ്. പരിപൂർണ്ണ ശിഫ കൊടുക്കണം അല്ലാഹ്. വലിയ പ്രയാസത്തിലും വലിയ ഡങ്ങേറിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ്. പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ജീവിതത്തിൽ ഖൈറ് കൊടുക്കണം അല്ലാഹ്. മനസ്സമാധാനം കൊടുക്കണം അല്ലാഹ്. വിജയം കൊടുക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ നീ വിജയം കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ കൊയക്കല്ല റബ്ബേ, നീ കൊയക്കല്ല റബ്ബേ. അല്ലാഹുവേ ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ചിട്ട് വെക്കുന്നവര്, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങള്, ഈ മജ്ലിസിനെ മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ നീ കൊയക്കല്ല നാഥാ. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് ബലാഅുകൾ കൊടുക്കല്ല അല്ലാഹ്. അവർക്ക് മുസീബത്തുകൾ
കൊടുക്കല്ലോ അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലോ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആർക്കും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളോ ബുദ്ധിമുട്ടുകളോ കൊടുക്കല്ലോ അല്ലാ. സിഹറിന്റെ പ്രയാസം അനുഭവിക്കുന്നവര്, ശൈത്വാനിയത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവര്, ശനിയാഴ്ച തിങ്കളാഴ്ച നമ്മൾ സമീപിക്കുന്നവരുണ്ട് അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണമല്ലോ, നീ ഇബ്താല് കൊടുക്കണമല്ലോ, നീ ഒരു ബാത്തിനിയത്ത് കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. പവിത്രമാക്കപ്പെട്ട റബീഉൽ ആഖിർ മാസത്തിലാണ്. റബീഉൽ ആഖിർ മാസം വലിയ മഹത്വമുള്ള മാസമാണ് ഈ റബീഉൽ ആഖിർ മാസം. മഹാന്മാരായ ഔലിയാക്കൾ വിട പറഞ്ഞ മാസം കൂടിയാണ് റബീഉൽ ആഖിർ മാസം. ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കുന്ന മാസങ്ങളിൽപ്പെട്ട മാസമാണ് റബീഉൽ ആഖിർ മാസം. അല്ലാഹു നീ സ്വീകരിക്കണം, നീ കബൂലാക്കണം അല്ലാഹ്. ഓരോരോ മാസങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരികയാണ്. അത് അവസാനിക്കുകയാണ്. വന്നത് ഇതെപ്പോഴാണ് അവസാനിക്കുന്നത് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. ഓരോരോ മിനിറ്റുകൾ, സെക്കൻഡുകൾ, മണിക്കൂറുകൾ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് റബീഉൽ ആഖിർ എത്രയെന്നറിയോ നിങ്ങൾക്ക്? എത്രയെന്നറിയോ? പകുതി കടന്നതിന് നിങ്ങളെ 15ആയി. എത്ര പെട്ടെന്നാണ് റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വന്നത്. അത് സലാം ചൊല്ലിപ്പോയി. വീണ്ടും നമ്മളിലേക്ക് കടന്നു വന്ന മാസം അത് റബീഉൽ ആഖിർ മാസം. ഇതാ പകുതി കടന്നുപോയി. അറിഞ്ഞില്ല. അതുപോലെ തന്നെ നമ്മൾ ആയുസ്സിലെ ഓരോരോ മിനിറ്റുകൾ, സെക്കൻഡുകൾ, ഇങ്ങനെ മാസങ്ങൾ നമ്മളിൽ നിന്ന് ഇങ്ങനെ കടന്നു പോവാണ്, നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മളെ മരണമെന്ന് നമുക്ക് പറയാൻ കഴിയൂല. മലക്കുൽ മൗത്ത് അസ്റായീൽ വന്നാൽ നമ്മൾ പോവാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച കഫം പടവതാ ഓരോരോ ടെക്ടീസിൽ അത് റെഡിയാണ്. ഖദീജ നിനക്ക് വേണ്ടി മുറിച്ചു വെച്ച കഫൻ പടവതാ ഒരു ടെക്ടീസിൽ അത് റെഡിയാണ്. ഫാത്തിമ, ഇബ്രാഹിം, അബൂബക്കർ നിനക്ക് റെഡിയാണ്. അസ്റായീൽ വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം, ഒരു അനുമണി തൂക്കം എന്തിക്കൂല. ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഹബീറും ബിമാ തഅമലൂൻ. എനിക്ക് ഞാനിതാ കുറച്ച് ഇബാദത്ത് ചെയ്യാം, ഞാൻ കുറച്ച് നിസ്കരിക്കട്ടെ, ഞാൻ കുറച്ച് ഇബാദത്ത്, എന്റെ നിസ്കാരങ്ങൾ ഖലായി പോയ നിസ്കാരങ്ങളുണ്ട്, ഞാനത് ഖലാ വീട്ടട്ടെ, ഞാൻ കുറച്ച് ദിക്ർ ചൊല്ലട്ടെ എന്ന് അസ്റായീലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അസ്റായീൽ പിന്തിക്കുലന്റെ മുത്തുമിനീങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഒരുക്കി വെക്കണം. നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും നമ്മൾ ഒരുക്കി വെക്കാറില്ലേ? അതുപോലെ നമ്മൾ ഒരുക്കി വെക്കണം. നമ്മളെ ഇബാദത്തുകള്, നമ്മളെ നിസ്കാരങ്ങള്, നമ്മളെ അമലുകള് ഒരുക്കി വെക്കണം. റെഡിയായി നമ്മൾ തയ്യാറായിരിക്കണം. അതിനെന്ത് വേണം? നമ്മളെ ശരീരവും നമ്മളെ ഹൃദയങ്ങളും ശുദ്ധീകരിക്കണം. ഇബാദത്ത് മാത്രം മതിയോ? സ്വർഗം കടക്കണമെങ്കിൽ, സ്വർഗം വേണമെങ്കിൽ ഇബാദത്ത് മാത്രം മതിയോ? വേണ്ട, അത് പറ്റൂല. ഇബാദത്ത് കൊണ്ട് മാത്രം, നിന്റെ അമലുകൾ കൊണ്ട് മാത്രം നീ സ്വർഗം കടക്കൂല, സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബാ ലൈസ അഹദും മിൻകും യുൻജി അമലുഹു. ആരും സ്വർഗത്തിൽ കടക്കൂലട്ടോ. നിങ്ങളെ അമല് കൊണ്ട് നിങ്ങൾ ആരും സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തുൽ കിറാം ചോദിക്കുകയാണ്, ഖാലൂ വലാ അൻത യാ റസൂലല്ലാഹ്. റസൂലേ, നബിയേ, അങ്ങും അതുപോലെ തന്നെയാണോ, അങ്ങും ഇപ്രകാരം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി മറുപടി കൊടുക്കുകയാണ്, ഖാല വലാ അന ഇല്ലാ അൻത അൻ യതഅമ്മദനി അല്ലാഹു ഇൻഹു ബിമഗ്ഫിറത്തിൻ വറഹ്മ. ഞാനും അപ്രകാരം തന്നെയാണ്. അല്ലാഹുവിന്റെ കരുണയില്ലാതെ എനിക്കും സ്വർഗം കിട്ടൂല.
അല്ലാഹുവിന്റെ കരുണയും അല്ലാഹുവിന്റെ കൃപയും അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടവും കിട്ടാതെ എനിക്കും സ്വർഗം കിട്ടൂല. എനിക്കും ഞാൻ അപ്രകാരം തന്നെയാണ് എനിക്കും എന്തുണ്ടൂല, എനിക്കെന്ത് കിട്ടൂല, സ്വർഗം കിട്ടൂല. സ്വർഗം വേണോ നിന്റെ ഇബാദത്ത് മാത്രം പോരാ. ഇബാദത്ത് വേണം, പിന്നെന്ത് വേണം? റഹ്മത്ത്, കാരുണ്യം വേണം, അല്ലാഹുവിന്റെ നോട്ടം വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാം, ഇങ്ങനെയുള്ള മജ്ലിസിൽ പങ്കെടുക്കാം, ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കാം, ദിക്റുകൾ ഇങ്ങനെ ചൊല്ലാം. എൻ്റെ ചുണ്ടിനെയും എൻ്റെ നാവിനെയും ഒരു ലയനത്തിലാക്കി, ഒരു ആനന്ദത്തിലാക്കിക്കൊണ്ട് ഇങ്ങനെ ചൊല്ലിയാൽ, ദിക്റ് ചൊല്ലിയാൽ, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിനക്ക് സ്വർഗം ഉറപ്പിക്കാൻ കഴിയും, നിനക്ക് സ്വർഗം നേടാൻ കഴിയും. നിന്റെ ഇബാദത്ത് മാത്രം പോരാ, നിന്റെ നിസ്കാരം മാത്രം പോരാ. അതുകൊണ്ട് ചൊല്ലിക്കോ, ഇങ്ങനെയുള്ള മജ്ലിസിൽ പങ്കെടുത്തോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെയുള്ള മജ്ലിസുകളിൽ പങ്കെടുക്കാൻ, ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, അതുമൂലം അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം കിട്ടാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണം അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം അല്ലാഹ്. എല്ലാവരും ആയുസ് കുറവാണ്, ആയുസ് കുറവാണ്, ആയുസ് കുറവല്ലേ? 60-നും 65-നും ഇടയിലാണ് ഞങ്ങൾ ആയുസ് അല്ലേ? ആണ്, അത്രയുള്ളൂ. ചെറിയൊരു ആയുസ്, ചെറിയൊരു കാലത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കണം? നമ്മളെ മക്കളെ പഠനം നോക്കണം, നമുക്ക് വീടുണ്ടാക്കണം, നമുക്ക് ജോലി വേണം, മക്കളെ പഠനം നോക്കണം. എല്ലാം ഇങ്ങനെ തികഞ്ഞു വരും. അതുമൂലം കുറെ കടങ്ങള്, പ്രാരാബ്ധങ്ങള് ഇതൊക്കെ വീട്ടണം. എന്നിട്ട് കണ്ണടക്കണം. അപ്പോൾ എന്തുണ്ടാവണം? അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാകണം, അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകണം. ഇബാദത്തുകൾ മുറുകെ പിടിച്ച് എല്ലാം തയ്യാറായി പോകണം. അതെപ്പോഴാണെങ്കിലും മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ കഴിയണം, റെഡിയായിട്ട് പോകാൻ കഴിയണം. എന്റെ ജനാസയും ചുമന്ന് വഴിയോരങ്ങളിലൂടെ പോകുന്ന സമയത്ത് ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ നമ്മളെ ജനാസ ചേരണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ധാരാളം ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുകൾ ചൊല്ലുന്നു. അല്ലാഹുവേ നീ കബൂലാക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം തമ്പുരാനേ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة
حضرة سيدنا وسندنا قطب الزمان جدي باحث الجمل الليل كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما مدبوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ. ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ. ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവിനെ തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ
إله إلا الله لا 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 إله إلا الله അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അല്ലാഹുവിന്റെ ഖബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ് നീ പ്രകാശിപ്പിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ് നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ് അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ് ഞങ്ങളും മൗത്താകും അല്ലാഹ് അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ് ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ് നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ് ഖബറിൽ നൽകണം അല്ലാഹ് ഖബറിൽ നൽകണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ് യാ ഖയ്യൂം 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 അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹ് ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ് നീ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ് അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ് ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ് കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവര് കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണം അല്ലാഹ് അതിന്റെ ത്വരീഖ് നീ
എളുപ്പമാക്കി കൊടുക്കണല്ലോ, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ 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 അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ്, ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ്, ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്, ഇബാദത്തിന് നല്ല ഖുശൂ നൽകണം അല്ലാഹ്, നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ്, നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ്, ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ്. ഈ വലിയതായി മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ്. അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ്, ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ്, ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം, സ്വലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما
لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر
الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അതിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ് നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ് ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ് നീ വെറുതെയാക്കല്ല അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറി കിട്ടാൻ ഞങ്ങളെ പ്രത്യേകം ദുആ ചെയ്യണേ. അർഹമർ റഹീമീനായ തമ്പുരാനെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ ലോകത്തും ഈമാൻ നിലനിർത്താൻ തങ്ങളെ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള നല്ല മരണം അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യണേ. അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. എൻ്റെ ഉപ്പാന്റെ വിസ അടിക്കാനും സാലറിയിൽ കൃത്യമായി നിലനിൽക്കാനും നിങ്ങളെ ദുആ ചെയ്യണേ. അല്ലാഹുവേ സാലറിയിൽ വർധനവ് കൊടുക്കണം അല്ലാഹ്. വിസ അടിച്ച് എത്രയും പെട്ടെന്ന് നീ കൈകളിൽ എത്തിക്കണം അല്ലാഹ്. മക്കൾ നിസ്കരിക്കാൻ നിങ്ങളെ ദുആ ചെയ്യണം അല്ലാഹുവേ. മക്കൾക്ക് നിസ്കരിക്കാനുള്ള നല്ല മനസ്സ് കൊടുക്കണം അല്ലാഹ്. തങ്ങളുപ്പാ ഞങ്ങൾ ഒരുപാട് വിഷമത്തിലാണ്, ഞങ്ങൾ വാടക വീട്ടിലാണ്. ഒരു വീട് എത്രയും പെട്ടെന്നാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഖൈറായ ഒരു ഭവനം എത്രയും പെട്ടെന്ന് നീ പണിയിച്ചു കൊടുക്കണം അല്ലാഹ്. മക്കളാൽ സന്തോഷവും സമാധാനവും കിട്ടാൻ പ്രത്യേകമായി ദുആ ചെയ്യണേ. ദുനിയാവിലും ആഖിറത്തിലും വിജയം ഉണ്ടാവാൻ തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ആ മക്കളെ കൊണ്ട് വലിയ വിജയം കൊടുക്കണം അല്ലാഹ്. അവർക്ക് നീ വലിയ വിജയം കൊടുക്കണം അല്ലാഹ്. ഭർത്താവിന്റെ കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. വീട് പണി പൂർത്തിയായി കിട്ടാൻ സന്തോഷത്തോടുകൂടിയാവാൻ ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഭർത്താവിന്റെ കച്ചവടത്തിൽ നീ ഖൈറും ബർക്കത്തും കൊടുക്കണം അല്ലാഹ്. വീട് പണി എത്രയും പെട്ടെന്ന് നീ റാഹത്തിനാക്കി കൊടുക്കണം അല്ലാഹ്. തങ്ങളെ കടം കൊടുത്ത പൈസ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. വളരെ വിഷമത്തിലാണ്, വളരെ പ്രതിസന്ധിയിലാണ് അല്ലാഹുവേ. എത്രയും പെട്ടെന്ന് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അവർക്ക് തിരികെ കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണം അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞങ്ങളെ എൻ്റെ ഉമ്മച്ചയുടെ ചെക്കപ്പ് നാളെയാണ്. ശിഫ കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹു. ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. തങ്ങൾ ഉപ്പ 1.5 വർഷമായി പോയിട്ട് ഇപ്പോഴും വിസ അടിച്ചിട്ടില്ല. മുതലാളിന്റെ മനസ്സ് മാറി വിസ
അടിക്കാൻ ഞങ്ങളിപ്പോൾ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എത്രയും പെട്ടെന്ന് അല്ലാഹുവേ വിസ അടിച്ചു കൊടുക്കണം അല്ലാഹ്. അസ്സലാമു അലൈക്കും. എൻ്റെ ഫോൺ ചില സമയങ്ങളിൽ സൗണ്ട് കേൾക്കാറില്ല. മജ്ലിസ് കണ്ടില്ലെങ്കിലും ദുആ ചെയ്യണം ഞങ്ങളിപ്പോൾ ഇൻഷാ അല്ലാഹ്. ദുആയിലുണ്ടാവും. ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ദുആ ഇൻഷാ അല്ലാഹ് സ്വീകരിക്കട്ടെ. മോൾക്ക് മക്കളുണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹു സന്താന ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. വീട് കുറ്റിയടിച്ചു പെട്ടെന്ന് വീടാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായ ഭവനം എത്രയും പെട്ടെന്ന് നീ പണിയിച്ചു കൊടുക്കണം അല്ലാഹ്. എൻ്റെ മക്കൾ മംഗലാപുരം പഠിക്കാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ പ്രത്യേകം ദുആ ചെയ്യണേ. അല്ലാഹുവേ മക്കൾക്ക് നല്ല ഇൽമു കൊടുക്കണം അല്ലാഹ്, നല്ല ഹിഫ്ദ് കൊടുക്കണം അല്ലാഹ്. പഠനത്തിലെല്ലാം നീ അഭിവൃദ്ധി കൊടുക്കണം അല്ലാഹ്. എൻ്റെ മക്കൾ നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ശ്വാസം മുട്ടലാണ്, മാറാൻ ദുആ ചെയ്യണേ. അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. കട വീടാൻ ദുആ ചെയ്യണേ. ഞങ്ങളെ നല്ല തലവേദനയാണ്, സിഹ്ർ ബാത്തിലാവാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. നീ ശിഫ കൊടുക്കണം അല്ലാഹ്, നീ ബാത്തിരിയത്ത് കൊടുക്കണം അല്ലാഹ്. എനിക്ക് എൻ്റെ മോൻക്കും അലർജിയുടെ പ്രശ്നമുണ്ട്, അത് ശിഫയാവാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. നീ ശിഫ കൊടുക്കണം അല്ലാഹ്. കടം വീടാനും മനസ്സ് സമാധാനം കിട്ടാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ഞാൻ എല്ലാ ദിവസവും ഞങ്ങളിപ്പോൾ മജ്ലിസിൽ പങ്കെടുക്കാറുണ്ട്, ഓതുകയും ചെയ്യാറുണ്ട്. ഞങ്ങളിപ്പോൾ പ്രത്യേകമായി ദുആ ചെയ്യണം. ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാൻ ദുആ ചെയ്യണം അല്ലാഹു. നീ ദീർഘായുസ് കൊടുക്കണം അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്. കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാൻ ദുആ ചെയ്യണേ. മോൾ ഗർഭിണിയാണ്, ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളമായിട്ടുള്ള ദുആ വസിയത്തുകൾ റാബിയ, ഫാത്തിമ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹസിലാക്കണം അല്ലാഹ്. ഒരു ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ എഴുതി അറിയിച്ചവർ, എഴുതാൻ അറിയാത്തവർ, മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് മനസ്സിൽ കരുതുന്നവർ, മജ്ലിസിൽ പങ്കെടുത്ത് മുറാദുകൾ മനസ്സിൽ കരുതുന്നവർ, അല്ലാഹുവേ അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹസ്നാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിന് ഹൃദയത്തോട് ചേർത്ത് ഇഷ്ടം വെച്ചവർ, ഇതിന്റെ മുഹിബ്ബീങ്ങളായി മാറിയവർ അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂലാക്കണം അല്ലാഹ്, നീ ഖബൂലാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയും, ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും മജ്ലിസിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി അയക്കാൻ അറിയില്ലെങ്കിൽ പേരക്കുട്ടികളെ കൊണ്ടോ ആരെ കൊണ്ടോ ഇൻഷാ അല്ലാഹ് ഒരു മെസ്സേജ് അയച്ചാൽ വിടുന്നതനുസരിച്ച് എല്ലാ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ലിങ്ക് വരും. അല്ല മറ്റുള്ള പരിപാടികൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്, ഓരോ വിഷയത്തെ സംബന്ധിച്ച് ക്ലാസ് ഉണ്ടാവാറുണ്ട്. അതിന്റെ ക്ലാസിന്റെ ലിങ്ക് ഒക്കെ വരും ഇൻഷാ അല്ലാഹ്. മജ്ലിസിന്റെ ഗ്രൂപ്പിൽ ചേരാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ദുആയിലേക്ക് കടക്കണം എല്ലാവരും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണം
സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായി ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മത്തുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾ
മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആഎന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ, നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ, കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലി പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാൻ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ, നീ തളർത്തല്ലേ അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം
സഹോദരിമാര്, എന്റെ സഹോദരന്മാര്, കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മൗത്തായി പോയി അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടാണ് ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഇമ്പരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. السلام عليكم ورحمة الله.